ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബീഫ് പുലർത്താൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചുമന്നുള്ളി ഏകദേശം 1 കിലോയോളം പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങയുടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചതച്ചെടുക്കണം. ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട്. തേങ്ങ വറക്കാൻ ആവശ്യമായി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. മൊരിഞ്ഞിട്ടുണ്ട്. നല്ല ചുമക്കുന്ന വരെ മൊരിഞ്ഞിട്ട് തേങ്ങാക്കൊന്ന് നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ചെറുകിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഉള്ളിയെല്ലാം ഒന്ന് രണ്ടായിട്ട് കീറിയിട്ടേ ഉള്ളൂ, അരിഞ്ഞിട്ടുണ്ട്. മൊരിഞ്ഞോളൂ. ഉള്ളി ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടെ ഇടും. ബീഫ് കൊണ്ടുവന്ന് ബീഫ് അരിഞ്ഞെടുക്കുകയാണ്. അരിഞ്ഞെടുത്ത് കഴുകി ഇനി അടുപ്പിലിടാം. ബീഫ് കഴുകി വാരി അടുപ്പിലിടുകയാണ്. കുറച്ച് അടുപ്പിലിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ചെറിയ സ്പൂണിന് 1 സ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുന്നു. ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 സ്പൂൺ മസാല പൊടിച്ചത്, കറുവപ്പട്ടയും എല്ലാം കൂടി പൊടിച്ചത്. ഞാൻ കണ്ടതാണ്, അതിലേക്കാണ് ഈ പൊടിയുന്നത്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം. ഒരു 4 സ്പൂൺ, ഈ സ്പൂണിൽ ഒരു 4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. ഇത് ചെറിയ സ്പൂണാണ്. അതിനൊരു 5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 കിലോ ബീഫാണ്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കായം ചേർക്കുന്നുണ്ട്. ഉള്ളിക്ക് മാത്രമേ തേങ്ങാക്കൊത്തിനെ ഉപ്പ് ചേർത്തുള്ളായിരുന്നു. ഇതിനാവശ്യമായ ഇറച്ചിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കും. 1.5 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പോരായി പിന്നീട് ചേർക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കും. ഇത് നമുക്ക് തിള വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതിനടപ്പ് വെച്ച് അടച്ച് ഈ വേകട്ടെ. ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട്. ഈ ഒരു 5 മിനിറ്റ് കൂടെ കിടന്ന് കഴിയുമ്പോൾ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സ്വാദിഷ്ടമായ പോത്തിലർത്തിയത് റെഡി ആയിട്ടുണ്ട്.